ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കപ്പിൾസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. കപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതുന്ന ലവേഴ്സ് ആണെന്ന്, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണ് ഗൈസ്. ഊണിലെ ഉറക്കത്തിലെ യാത്രകളിലും എല്ലാവരും ഒരുമിച്ചായിരുന്നു. പക്ഷെ ഈ 2 ദിവസമായിട്ട് അവരിപ്പോൾ ഒരുമിച്ചല്ല വരാറ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നി, ഇവരടിച്ചു പിരിഞ്ഞോ എന്ന്. അങ്ങനെ ഞങ്ങൾ ചോദിക്കാം, ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. ആകാശേ, നിങ്ങൾ എന്താ അടിച്ചു പിരിഞ്ഞ്? ഇവനൊന്നും പറയില്ല. അപ്പൊ അവനോട് ചോദിക്കും. വീഡിയോയുടെ പേര് പറഞ്ഞവനെ ഭീഷണിപ്പെടുത്തി വിട്ടു. ഇത് ഞങ്ങളുടെ കോളേജിലെ ഒരു റാങ്ക് ഹോൾഡർ ആണ്. അങ്ങനെ ലഞ്ച് ബ്രേക്കിനുള്ള സമയമായി. എല്ലാരും ഫുഡ് കഴിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ദേ മുഖത്തേക്ക് നോക്കിയേ. അപ്പോഴും വിശപ്പ് സഹിച്ച് സാമിയും ഗംഗയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ദൈവവും. അങ്ങനെ അവര് വന്നു. ഫുഡ് കിട്ടിയപ്പോഴുള്ള ദൈവന്റെ സന്തോഷം കണ്ടില്ലേ. സാമിയുടെ കുരുത്തക്കേട് ഇച്ചിരി കൂടുതലായോണ്ട് 2 ചവിട്ടും തൊഴിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവുനും ആമനത്താത്തയ്ക്കും ഒരു പപ്സ് കഴിച്ചാലോ എന്നൊരാഗ്രഹം. ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാരോടും ഒരുമിച്ച് കടയിലേക്ക് പോയി. സാമിക്കുട്ടിക്ക് പനി ആയതുകൊണ്ട് പപ്സ് വേണ്ട, തണുത്തത് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. 2 മണിക്കൂർ തിടച്ചിലിനൊടുവിൽ ഒരു സിപ്പപ്പ് കിട്ടി. അങ്ങനെ ഇല്ലാത്ത ആറ്റിറ്റ്യൂഡും ജാടയും ഒക്കെ ഇട്ട് ഞങ്ങൾ ഓരോരുത്തരും പപ്സിനായുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പൊ കൊണ്ടുവരുന്ന ഗംഗ പറഞ്ഞത് നമ്മുടെ പപ്സ് എത്തി. പിന്നെ അങ്ങോട്ടൊരു മത്സരമായിരുന്നു. പൊടിയൊന്നും പറ്റാതെ ആരാണ് ഈ പപ്സ് നിന്ന് തീർക്കുന്നതെന്നുള്ള മത്സരം. വിശന്നിട്ടല്ല, ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇതൊക്കെ കാണിക്കണേന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ വഴക്ക് പറയുന്നതുകൊണ്ട് വീഡിയോ ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്റി ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതിന് ഇപ്പോഴൊന്നും തീരില്ല, 2 മണിക്കൂർ എടുക്കും തീരാൻ. ഞങ്ങളുടെ കോളേജിലെ പിള്ളേരുടെ മെയിൻ സ്പോട്ടാണ് ഈ കട. ഞങ്ങൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കേവലം ഒരു പപ്സിൽ ഒതുക്കണമെന്നല്ലായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പൊ അതേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ കടിച്ചു കടിച്ച് അവസാനം മുട്ട ബോക്സിൽ മുട്ട മാത്രം ബാക്കിയായി. അത് അമ്മാനെ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ കോളേജിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവരുടെ പിണക്കമൊക്കെ മാറി ഒരു പഴയ പോലെ ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ പൂജ മിസ്. ക്ലാസ് കിട്ടിയത് ഓടാൻ ശ്രമിച്ച ജെഫിൻ ജേക്കബിനെയും ഗ്രൂപ്പിനെയും മിസ് പൊക്കിയിട്ടുണ്ട്. പക്ഷെ പാവകൾ തിരിച്ച് ക്ലാസ്സിൽ കയറേണ്ടി വന്നു. ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ബ്രേക്ക് ടൈം ആയാലും ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും ആ മിററിന്റെ ഫ്രണ്ടിലാണ്. ആരോ ആക്സിഡന്റ് ആയി കിടക്കുന്ന വീഡിയോ കണ്ട് തല ഇറങ്ങുന്നു എന്നും പറഞ്ഞ് സാമി ഒറ്റ നിപ്പായിരുന്നു. ആദ്യം വെറുതെ ആണെന്ന് കരുതിയെങ്കിലും പക്ഷെ അല്ല, ഉള്ളതാണ്. പിന്നെ അവളുടെ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.